എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്കര പൊങ്കലാണ്. തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ പൊങ്കൽ ആഘോഷങ്ങൾ നടക്കുകയാണ്. അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് ചക്കര പൊങ്കൽ. നമുക്ക് എങ്ങനെയാണ് ഈ ചക്കര പൊങ്കൽ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ അരക്കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അതായത് പായസപ്പരിപ്പ്, പിന്നെ പച്ചരി, 1 കപ്പ് പച്ചരി, അരക്കപ്പ് പരിപ്പിന് 1 കപ്പ് പച്ചരിയും വേണം. നമുക്കിത് നന്നായിട്ട് കഴുകി ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞു വെക്കണം. ആദ്യം നമുക്ക് ഒരു കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഏകദേശം 1 ടീസ്പൂൺ മതിയാകും. എന്നിട്ട് നമുക്ക് ഈ കഴുകി വെച്ച പരിപ്പില്ലേ, അത് ഈ നെയ്യിൽ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. നിങ്ങൾ ഈ പരിപ്പ് വറുത്തെടുക്കുമ്പോൾ നല്ലതുപോലെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ കളറൊന്നും ഒട്ടും മാറരുത്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വറുത്തോണ്ടിരിക്കുക. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഈ പരിപ്പൊന്ന് ചൂടായിട്ട് നല്ലൊരു സ്മെല്ല് വരും. അതാണ് ഇതിന്റെ പാകം. ഇപ്പൊ പരിപ്പ് ഏകദേശം ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. നല്ല സ്മെല്ലുണ്ട്. എന്നാൽ കളറൊന്നും മാറിയിട്ടില്ല. നമ്മൾ ആദ്യം ഇത് വറുക്കുമ്പോൾ കുറെ നെയ്യ് ഒഴിച്ചിട്ടൊന്നും വറുക്കരുത് കേട്ടോ. പായസത്തിൽ നെയ്യ് വേണമെങ്കിലും വറുക്കുമ്പോൾ ഒരിക്കലും കൂടുതൽ നെയ്യ് ഒഴിക്കരുത്. ഇനി നമുക്കിതിലേക്ക് പച്ചരി ചേർക്കണം. ഈ പച്ചരി എന്ന് പറയുമ്പോൾ ഇത് സാധാരണ പച്ചരിയാണ് കേട്ടാ. അതായത് നമ്മൾ ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കണ അരിയില്ലേ, ആ അരി തന്നെയാണ്. അല്ലാണ്ട് പായസം അരി എന്ന് പറഞ്ഞിട്ട് വേറൊരു അരി മേടിക്കാൻ കിട്ടും. അതല്ല, നിങ്ങൾക്ക് കൺഫ്യൂഷനായി പോണ്ട. പച്ചരി ഇതിലേക്ക് ചേർക്കാം. അരി ചേർത്തതിന് ശേഷം അരിയും ഈ പരിപ്പായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ നേരത്തെ പരിപ്പ് റോസ്റ്റ് ചെയ്ത പോലെ ഈ അരി റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ചെറിയ ചൂടിൽ പരിപ്പായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുറച്ച് സെക്കൻഡ് ഇതുപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് വെക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ 4.5 കപ്പ് വെള്ളം ചേർക്കാണ്. നമ്മളിപ്പോൾ എടുത്തത് 1.5 കപ്പ് കൂട്ടല്ലേ, അതായത് അരക്കപ്പ് പരിപ്പും 1 കപ്പ് പച്ചരിയും. അതിലേക്ക് 4.5 കപ്പ് വെള്ളം ചേർക്കണം. പൊങ്കൽ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ചേർത്താലേ ഇത് ശരിയായി വരത്തുള്ളൂ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 2 വിസിലിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 ആണി ശർക്കര, ഞാനിതിന് ആണി എന്ന് പറയും, 3 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 350 ഗ്രാം ഉണ്ടാകും. ഇത് നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നല്ലതുപോലെ പതഞ്ഞ് ഉരുകി വരുന്നുണ്ട്. ഇങ്ങനെ കട്ടയില്ലാതെ മുഴുവനായിട്ട് ഉരുക്കിയെടുത്താൽ മതി. ഇപ്പൊ ശർക്കരപ്പാനി റെഡിയായി. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഈ ശർക്കരയുടെ ഉള്ളിൽ ചെറിയ പൊടിയും തരിയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ഈ ശർക്കര കട്ട തന്നെ പായസത്തിലേക്ക് ഇടാറുണ്ട്, ഉരുക്കിയിട്ട് അരിക്കാറില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പായസത്തിൽ കല്ല് കടിക്കും. ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. പൊങ്കലിനല്ല, എന്തിനായാലും. ഇനി നമുക്ക് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വയ്ക്കണം. അത് നമുക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം. ഞാൻ ഈ ഒരു കൈപ്പിടിയിൽ അണ്ടിപ്പരിപ്പ് എടുക്കുന്നുണ്ട്. ഇതിന്റെ പകുതി മുന്തിരി എടുക്കുന്നുണ്ട്. മുന്തിരി നമ്മൾ നെയ്യിലേക്ക് ഇടുമ്പോൾ ഇത് നന്നായിട്ട് വീർത്ത് വരും. അങ്ങനെ മുഴുവൻ വീർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലാവുമ്പോൾ വേണം എടുക്കാനായിട്ട്. രണ്ടും നെയ്യിൽ വറുത്തു. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിപ്പോ ഇത് 2 വിസിലാണ് കേട്ടോ വേവിച്ചത്. പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് തുറക്കുന്നത്. അരി നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാകും. ഇനി ഇത് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വേണം പൊങ്കൽ ഉണ്ടാക്കുമ്പോൾ എടുക്കാനായിട്ട്. ഈ അരിക്ക് 2 വിസിൽ പാകാണ്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച ശർക്കരപ്പാനി ചേർക്കാം. നിങ്ങൾ ശർക്കര ചേർക്കുമ്പോൾ മുഴുവനായിട്ട് ഒഴിക്കണം എന്നില്ല. ഒരു 3/4 ഭാഗം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നോക്കിയിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം.
ഇതേ ശർക്കരയും അരിയും ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഞാനിപ്പോ ഇവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, ഓൺ ചെയ്യാൻ പോണേ ഉള്ളൂ. അതിന് മുമ്പായിട്ടാണ് മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചേർക്കണം. ഞാനിവിടെ 1 സ്പൂണ് നെയ്യാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. 2 സ്പൂണ്, മാക്സിമം 2.5 അത്ര മതി. ഒരു 1/4 സ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഒരു 3 മിനിറ്റോളം വെച്ചാൽ മതിയാവും കേട്ടോ. ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി കൈയെടുത്താൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഇതേ പൊങ്കൽ ഏകദേശം റെഡി ആവാനായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർക്കാം. ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി കുറച്ച് സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ശരിക്കും പൊങ്കൽ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഈ ഒരു പരുവത്തിൽ ഗ്യാസ് ഓഫ് ചെയ്യുമ്പോൾ നന്നായിട്ട് തിക്കായി വന്നോളും. വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. കാരണം തേങ്ങാപ്പാലൊന്നും ചേർക്കാത്തതുകൊണ്ട് എളുപ്പത്തിൽ നമ്മുടെ പണി കഴിയും. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇതേ പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകും. ഇന്ന് നമ്മൾ ഒരു ചക്കര പൊങ്കൽ അല്ലെങ്കിൽ സ്വീറ്റ് പൊങ്കലാണ് ഉണ്ടാക്കിയത്. ഈ പൊങ്കൽ ടൈമിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പൊ അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. കൂടുതൽ വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. താങ്ക് യു. ഹാപ്പി കുക്കിംഗ്.